മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുന്നതിന് എന്താ ഇസ്ലാമിന് ഇത്രയും വലിയ പ്രതിഫലം? അതിനാദ്യം പ്രതിഫലം എന്താന്ന് പറയണ്ടേ? മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താലുള്ള പ്രതിഫലം എന്താ? ഫഅജ്റുഹു അലല്ലാഹ്. അയാളെ കൂലി നന്മന്റെ തട്ടിൽ വെച്ചാൽ നന്മന്റെ തട്ട് നിറയും. അങ്ങനത്തെ 3 നന്മയെ ലോകത്തുള്ളൂ. ഒന്ന് ക്ഷമ, മറ്റൊന്ന് സുന്നത്ത് ഫർള് നോമ്പുകൾ, മൂന്നാമത്തത് അഫു, മാപ്പ് കൊടുക്കൽ. വേറൊരാൾക്ക് നമ്മൾ മാപ്പ് കൊടുത്തു, നമ്മളോട് എന്തോ തെറ്റ് ചെയ്ത് അവർക്ക് മാപ്പ് കൊടുത്തു എങ്കിൽ അതിന്റെ കൂലി അള്ളാഹ് ഡയറക്റ്റ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ നന്മന്റെ തട്ടിൽ വെച്ചാൽ നന്മന്റെ തട്ടങ്ങൾ നിറയും. അതെന്തുകൊണ്ട് ഇത്ര വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണം? ഇത്രയും വലിയ പ്രതിഫലം കിട്ടാനുള്ള കാരണം, അത് കിട്ടണമെങ്കിൽ, ആ നന്മ ജീവിതത്തിന്റെ ഭാഗമാവണമെങ്കിൽ പെരുത്തു പണിയുണ്ട്. നമ്മുടെ കണ്ണട 2ാം സഫിലാണ് നമ്മൾ ഉള്ളത്, അവിടെ ഊരി വെച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ദിക്ർ ചെല്ലുമ്പോ മുന്നിലുള്ള ചെറുപ്പക്കാരൻ അബദ്ധത്തിൽ നമ്മളെ കണ്ണടയുടെ ഫ്രെയിം ചവിട്ടി. 4 സെക്കൻഡ് കൊണ്ട് 2400 രൂപന്റെ ഫ്രെയിം പടപട പൊട്ടി. അന്നേരം ക്ഷമിക്കണമെങ്കിൽ ഈ വയല് പറയുന്ന ആർക്കും കഴിയോ? നല്ല ഇസ്തിരി ഇട്ടിട്ട് കന്തൂറി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോ ഒരു ലോറി വന്നിട്ട് ഒരു കുഴിയിൽ ചാടിയിട്ട് ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ തെറിച്ചു. അന്നേരം നമ്മൾ ഒന്നും പറയാതിരിക്കണമെങ്കിൽ പെരുത്തി ഈമാൻ വേണമെന്ന്. അതുകൊണ്ടാണ് അഫുവിൽ ഇസ്ലാമിൽ ഇത്രമേൽ കൂലി വെച്ചേക്കണത്. കേട്ടോ, ഭയങ്കര കൂലിയല്ലേ അതിന്? സ്വർഗല്ലേ അതിന്? ഒരാൾ മുത്തത്തിയാവുന്നതിന്റെ അടയാളം പറഞ്ഞത് തന്നെ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. കൊല്ലാൻ വേണ്ടി വന്ന ആൾക്കൊക്കെ മാപ്പ് കൊടുക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ സ്നേഹിക്കുന്ന ആൾ ആരാവണം എന്ന് കിതാബിൽ ചർച്ച ചെയ്യുമ്പോൾ മഹാന്മാര് പറഞ്ഞു, നമ്മളും ബാക്കിയുള്ളവർക്ക് മാപ്പ് കൊടുക്കണം. അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു അവരുടെ ചെറിയൊരു മോനുമായിട്ട് ഇങ്ങനെ സല്ലപിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോ അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അടിമ ഒരു പലഹാരം എടുത്തിട്ട് പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വരിക. നല്ല ചൂടുണ്ട്. ചൂടിന്റെ കടുപ്പം കൊണ്ട് പല തുണികളൊക്കെ ചേർത്തിട്ടാണ് ഇത് പിടിച്ചിട്ട് തന്നെ വരുന്നത്. ഈ അടിമച്ചക്കനായതുകൊണ്ട് ഒരു ഡിസ്കോ ഡാൻസ് കളിച്ചിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ജമ്പിങ് ഒക്കെ നടത്തിയിട്ടാണ് പോകുന്നത്. ഈ കുട്ടീന്റെ അടുത്തുനിന്ന് പെട്ടെന്ന് ഇത് കയ്യിൽ നിന്ന് വീണപ്പോ നല്ല ചൂടുള്ള ആ പലഹാരം ഈ കുട്ടിയുടെ തലയിലേക്ക് മറിഞ്ഞു. ആ സ്പോട്ടിൽ കുട്ടി വെന്തൊരുങ്ങിയിട്ട് മരിച്ചു. അന്നേരം അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻത ഹുർറുൻ ലിവജ്ഹില്ലാഹി തആല, എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഇത് മുഅ്മിനീങ്ങൾക്കേ കഴിയുള്ളൂ. ഈമാനുള്ളവർക്കേ മാപ്പ് കൊടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരു നന്മയാണ് അൽ അഫു. അമ്മ വലമക്, നിന്നോട് അക്രമം കാണിച്ചവർക്ക് മാപ്പ് കൊടുക്കുക. അതാണ് ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവേണ്ട ഒരു ഗുണം.